നമ്മുടെ വികായ ആക്റ്റീവിംഗ് അംഗവും മഞ്ചേരി മെഡിക്കൽ കോളേജ് വളണ്ടിയറുമൊക്കെയായി സജീവ സേവനം ചെയ്ത് കഴിഞ്ഞിരുന്ന ബഹുമാന്യനായ ഷിഹാബ് വെള്ളേരി. പടച്ചോനെ, ആ സഹോദരൻ ഇന്നലെ രാത്രി ഇലാഹായ റബ്ബിലേക്ക് യാത്രയായി. നല്ലൊരു സമസ്തയുടെ പ്രവർത്തകനായിരുന്നു, അച്ചടക്കമുള്ള പ്രവർത്തകനായിരുന്നു, ദീനീ സേവന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടന്ന 2 ദിവസത്തെ ഹജ്ജ് ക്യാമ്പിലൊക്കെ ഭക്ഷണം വിളമ്പാനും ഇവിടെ വരുന്നവർക്ക് സേവനം ചെയ്യാനും ആ പൊന്നു സഹോദരൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി ആ സേവന പാതയിൽ സജീവമായി ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ 8:30 മണിക്ക് ഞാൻ പങ്കെടുത്തു. ആ സമയത്ത് അവിടുത്തെ ഉസ്താദ് പ്രസംഗിച്ചു, പ്രിയപ്പെട്ട ഷിഹാബിനെ കുറിച്ച് ആർക്കും നല്ലതേ പറയാനുള്ളൂ. ഓട്ടോ റിക്ഷയിൽ ഉപജീവന മാർഗം തേടി കഴിഞ്ഞിരുന്ന ആ സഹോദരൻ 10 മണിക്കൊക്കെ പലപ്പോഴും രാത്രിയിൽ പള്ളിയിലുണ്ടാകും. അങ്ങനെ നടന്ന് ദിക്റുകൾ ചൊല്ലും, ഒരുപാട് ഖുർആൻ ഓതും. പല സമയത്തും പള്ളിയിലാണ് ആ സഹോദരനെ കണ്ടിരുന്നത്. തലമറക്കാതെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും തൊപ്പിയുണ്ടാകും. ഓട്ടോറിക്ഷ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴും തലയിൽ തൊപ്പിയിട്ട് ദീനിന്റെ ഷിആറിനോട് താല്പര്യം കാണിച്ച ആ സഹോദരൻ പള്ളിയോട് അഭേദ്യമായ ബന്ധമായിരുന്നു. ആളുകൾക്ക് പൊതുദർശനത്തിന് അദ്ദേഹത്തിന്റെ ജനാസ വെച്ചതും പള്ളിയുടെ മുറ്റത്ത് എന്ന് പറയാം. അല്ലാഹുവേ, ആ പൊന്നു സഹോദരന്റെ ഖബറിന്റെ ആദ്യ രാത്രിയാണിന്ന്. ഖബർ നീ സ്വർഗ സമാനമാക്കണേ റബ്ബേ. ഇവിടെ നിന്നൊക്കെ ദുആ ചെയ്യുമ്പോൾ വിക്കായയുടെ കോട്ടിട്ട ഒരുപാട് പ്രവർത്തകർ വിതുമ്പി വിതുമ്പി കരയുന്ന കാഴ്ച ഞാൻ കണ്ടു. കാരണം ആ ഒരു ടീമിൽ അത്രത്തോളം ആക്റ്റീവായി ദീനീ സേവനത്തിന് ഓടി നടന്നിരുന്ന പൊന്നു സഹോദരൻ. കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലാ. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, അയൽവാസികൾ, കുടുംബങ്ങൾ, നാട്ടുകാരെല്ലാവർക്കും ക്ഷമ നൽകണേ റബ്ബേ. നാളെ നിന്റെ സുവലോക സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അങ്ങനെയൊക്കെ സേവന പാതയിൽ കഴിയുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. നിഷ്കളങ്കമായി സേവന പാതയിൽ കഴിയുന്നവർ. അല്ലാഹുവേ, ദുനിയാവും ആഖിറവും അവർക്കൊക്കെ റാഹത്താക്കണമേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, അവരുടെ ഹളറത്തിലേക്ക് ഫാത്തിഹയും ഇഖ്ലാസ് മുഅവ്വിദത്തൈനിയും തഹ്ലീലും മൗലീദും ഒക്കെ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം.